الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن سيدنا محمدا عبد الله ورسوله وحبيبه وصفيه وصفوته من خلقه أجمعين صلوات ربي وسلامه عليه وعلى آله وصحابته والتابعين ومن تبعهم بإحسان إلى يوم الدين أما بعد عباد الله أوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതഅ്തു. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ അതിഥി വരുമ്പോൾ നാം എങ്ങനെയാണ് ആ അതിഥിയെ സ്വീകരിക്കുന്നത്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നാം തയ്യാറാക്കി വെക്കുന്നത്? ആ മുന്നൊരുക്കം തയ്യാറാക്കലുമൊക്കെ അതിഥിയുടെ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അളമത്തും ഷറഫും മനസ്സിലാക്കിയിട്ടാവും ആ അതിഥിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നാം ഒരുക്കുന്നത്. ഇത് സ്വാഭാവികമാണ്. നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ നമ്മുടെ പൂമുഖത്ത് എന്തെങ്കിലുമൊക്കെ ആ അതിഥിക്ക് കാണാൻ പറ്റാത്ത വല്ല അവസ്ഥയുമുണ്ടെങ്കിൽ, വല്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാം വൃത്തിയാക്കി വെക്കാൻ നാം ശ്രമിക്കാറുണ്ട്. സഹോദരന്മാരെ, നാം ഈ നമുക്ക് മുമ്പിൽ ഇതാ ഏതാനും നിമിഷങ്ങൾ, ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ ഗേറ്റിലേക്ക് ആ അതിഥി വന്ന് പാളി നോക്കുകയാണ്. കോളിംഗ് ബെല്ലടിക്കും. ആ സമയത്ത് നമുക്കുണ്ടാവേണ്ട മാനസികാവസ്ഥ, ആ അതിഥിക്കുണ്ടാവേണ്ട മാനസികാവസ്ഥ രണ്ടും ചിന്താ വിഷയമാണ്. ഒരു അതിഥിയെ സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ല രൂപത്തിലാവണം എന്ന് ചിന്തിക്കുന്നവരാണ് ആ അതിഥിയെ സ്വീകരിക്കുന്നവർ. വരുന്ന അതിഥിയിലും അതേപോലെ തന്നെ നല്ല ഒരു കാലാവസ്ഥ, നല്ല അവസ്ഥയിലായിരിക്കണം ആ അതിഥി വരുമ്പോൾ. നാം ഗുണനിലവാരമില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ആയുധങ്ങളുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബന്ധുമിത്രാദികളെയും ഇഷ്ടപ്പെട്ടവരെയും ഒക്കെ നാം കൊല ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഫസാദിന്റെ പ്രവർത്തനമാണ് നാം നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും ആ അതിഥിയുടെ മാനസികാവസ്ഥ? രണ്ടും ചിന്തനീയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അതിഥിയാണ് റമളാൻ എന്ന് പറയുന്ന ആ അതിഥി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ആ അതിഥി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു അതിഥി വരുന്നതിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു സഹാബത്തിന്. പ്രവാചകൻ പറയുന്നു, അതാക്കും ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക് ഫറളല്ലാഹു അസ്സ വജല്ല സിയാമ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാതീൻ ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ഷഹർ മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്യുന്ന ആ റിവായത്ത് നമുക്ക് കാണാം. അതാ റമളാൻ മാസം എന്ന അതിഥി നിങ്ങളുടെ അടുത്തേക്ക് വരും.
ആദരണീയമായ അനുഗ്രഹീതമായ ഒരു മാസമാണത്. ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ, വ്രതമനുഷ്ഠിക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ മാസത്തിൽ ആകാശത്തിന്റെ ഗേറ്റുകൾ, കാരുണ്യത്തിന്റെ ഗേറ്റുകൾ തുറക്കപ്പെടും. ആ മാസത്തിൽ നരകത്തിന്റെ ഗേറ്റുകൾ കൊട്ടിയടക്കപ്പെടും. ആ മാസത്തിൽ പിശാചുക്കൾ ചങ്ങലിക്കിടപ്പെടും. ആ മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ മാസത്തിലുണ്ട്. ഇതാർക്കാണോ തടയപ്പെട്ടത് അവൻ എല്ലാ രീതിയിലും തടയപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. സഹോദരന്മാരെ, അതിഥി വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആ അതിഥി വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മളിൽ ഉണ്ടാവേണ്ട അവസ്ഥ, ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നാമതായി, ഈ അതിഥിയെ സ്വീകരിക്കാനുള്ള ശരിയായ ഒരു പ്ലാനിങ്, ഒരു തഖ്തീത്താണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ആ പ്ലാനിങ് കുറ്റമറ്റതായിരിക്കണം. ആ അതിഥിക്ക് എന്താണ് ഇഷ്ടം, എന്താണ് അനിഷ്ടം എന്ന് നാം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആ ആതിഥേയത്വം എന്ന് പറയുന്നത് കുഴപ്പത്തിലാകും. വരുന്ന ആൾക്ക് എന്താണ് ഇഷ്ടം, അയാളുടെ അനിഷ്ടം ആ അതിഥിയെ സംബന്ധിച്ചിടത്തോളം പൂച്ചെണ്ടുകളല്ല, മറിച്ച് മറ്റു രൂപത്തിലുള്ള എന്തെങ്കിലും ശാലകളോ ഹാളുകളോ കളിസ്ഥലങ്ങളോ ഭക്ഷണപാനീയങ്ങളോ ഒരിക്കലല്ല ആ അതിഥിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമായിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിനോട് എത്രമാത്രം താഴ്ത്ത് ചെയ്യാൻ, റബ്ബിന്റെ തൃപ്തി നേടാൻ എത്രമാത്രം നമുക്ക് സാധിക്കുമോ അതാണ് ആ അതിഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ആയുസ്സിലെ ഈ വന്നു കിട്ടിയ ഈ അതിഥിയെ എനിക്ക് ലഭിച്ച ആ ഓരോ നിമിഷവും ആ അതിഥിക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ എൻ്റെ ഓരോ സെക്കൻഡുകളും ഞാൻ ചെലവഴിക്കും എന്ന ദൃഢ തീരുമാനമാണ് നമുക്കുണ്ടാവേണ്ടത്. എൻ്റെ ഈ ആയുസ്സിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ റമദാൻ മാസത്തിൽ ഒരു നിമിഷം പോലും നാം പാഴാക്കുകയില്ല. അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല എന്ന ദൃഢ തീരുമാനമാണ് നാം എടുക്കേണ്ടത്. എങ്ങനെ സഹോദരന്മാരെ ഈ ദൃഢ തീരുമാനം എടുക്കാൻ സാധിക്കാം? മരണത്തെപ്പറ്റി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നോക്കൂ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ആ സമയത്തെ പറ്റിയുള്ള, അന്ത്യനാളിനെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. വയുനസ്സിലുൽ ഖൈസ വയഅലമു മാ ഫിൽ അർഹാം, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. ഗർഭാശയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹ് പറയും, നോക്കൂ, വമാ തദ്രി നഫ്സുൻ മാസാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഓരോ ആളുകളും നാളെ എന്താണ് സമ്പാദിച്ചു കൂട്ടുക എന്നൊരാൾക്കും അറിയാൻ സാധ്യമല്ല. അതേപോലെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചിട്ടാണ് മരണം സംഭവിക്കുക എന്നറിയാനും ആർക്കും തന്നെ സാധ്യമല്ല. ഇത് സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. മാതാക്കളും പിതാക്കളും ബന്ധുമിത്രാദികളും സ്വന്തം ജന്മം നൽകിയ മക്കളുടെ ആയുധങ്ങൾ കൊണ്ട്, മാരകായുധങ്ങൾ കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഓരോ ദിവസവും പത്രവാർത്തകൾ, മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ രൂപത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് ആരുടെ കൈമുഖേനയാണോ, ഏതൊരവസ്ഥയിലൂടെയാണോ നമുക്ക് മരണം സംഭവിക്കുക എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഏത് കോണിൽ വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണോ, ഈ പ്രവാസ ജീവിതത്തിലാണോ, യാത്രയിലാണോ, അതല്ല ഏതെങ്കിലും ആക്സിഡന്റിലാണോ നമ്മുടെ മരണം സംഭവിക്കുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് സുദീർഘമായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത് എന്ന് തുടങ്ങുന്ന ഹദീസിൽ നന്മകളും തിന്മകളും അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാര്യം, ഫമൻ ഹമ്മ ബി ഹസന, ഒരു നന്മ ചെയ്യാൻ ഒരാൾക്ക് ഉദ്ദേശമുണ്ടായാൽ ഫലം യഅമൽഹ, ആ നന്മ ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടിയില്ല, കതബ, അതിന് മുമ്പ് അയാൾ മരിച്ചു എന്നർത്ഥം. കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിലും ആ ഉദ്ദേശശുദ്ധി മൂലം അയാൾക്ക് പരിപൂർണമായ ഒരു ഹസനത്തായി അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. സഹോദരന്മാരെ, നാളെ നോമ്പ് എന്ന അതിഥി വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല, അല്ലേ? അതാണല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ആ നോമ്പിന്,
അത് ഉപയോഗപ്പെടുത്താനുള്ള ആ ദൃഢതയാണ്, ആ ദൃഢ തീരുമാനമാണ്, ആ ഉദ്ദേശശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ആ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ആ നോമ്പിന്റെ മുമ്പ് നമുക്ക് മരണം വരിച്ചാലും നമുക്ക് ആ പരിപൂർണമായ ഒരു മാസത്തെ നോമ്പിന്റെ കൂലി ലഭിക്കും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിക്കൂ, കം കുന്ത തഅരിഫു മൻ സാമ ഫീ സലഫിൻ മിൻ ബൈനി അഖ്ലിം വജീറാനിൻ വഖുല്ലാനി അഫ്നാകുമുൽ മൗതു വസ്തബാക ബഅദകും ഹയ്യം ഫമാ അഖറബൽ ഖാസിമിനദ്ദാനി. കവിയുടെ ഭാഷയിൽ നോക്കൂ നിങ്ങൾ. നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന എത്ര നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അവരൊക്കെ എവിടെ പോയി? മരണം അവരെ കൊണ്ടുപോയി. നമ്മെ ഇന്നും അല്ലാഹു തആല ആ മരണം പിടികൂടാതെ നമ്മൾ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ച് എത്ര വിദൂരമായി നിൽക്കുന്ന ഏത് കോട്ടക്കൊത്തളങ്ങൾ ജീവിക്കുന്ന ആളുകൾക്കും മരണം അവരെ പിടികൂടും. മരണത്തിന്റെ കയ്യിൽപ്പെടാതെ, ആ വലയിൽപ്പെടാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഒരു ചിന്തയുണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് പടച്ച തമ്പുരാന് തൃപ്തിയുള്ള രൂപത്തിൽ ചെലവഴിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് ആരാണ് വരുന്ന അതിഥി, അയാളുടെ മഹത്വം മനസ്സിലാക്കലാണ്, ശരിയായ അറിവുണ്ടാവലാണ്. അതേപോലെ തന്നെ ആ വരുന്ന ആളുടെ മഹത്വവും അയാളെ പറ്റിയും ഒക്കെ ശരിയായ എന്താണ് അയാളുടെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് മനസ്സിലാക്കലാണ് രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രതിപാദിച്ചിട്ടുള്ള ആ അതിഥിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ആ അതിഥിയുടെ മഹത്വം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫൻ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ, ഒരൊറ്റ നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് അയാളുടെ മുഖത്തെ അല്ലാഹു തആല 70 വസന്തകാലം വിദൂരമാക്കി കളയും. അത്ര എന്ന് പറഞ്ഞാൽ ഇമാം മനാവി ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം, 70 വസന്തകാലം എന്ന് പറയുന്നത് 70 വർഷം എന്നാണ്. ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് നരകവും അയാളും തമ്മിൽ 70 വർഷത്തെ വിദൂരമാണെങ്കിൽ 30 ദിവസവും ഒരു റമദാൻ മാസം 30 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 2100 വർഷം അകലെ ആയിരിക്കും ആ നരകം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ. അപ്പൊ ആ വരുന്ന ആളുടെ ശ്രേഷ്ഠതയാണ് അത്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ആ നോമ്പനുഷ്ഠിക്കാൻ. മാത്രമല്ല സഹോദരന്മാരെ, ഈ വരുന്ന അതിഥി സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. അതേപോലെ തന്നെ ആ സ്വർഗത്തിന്റെ ഗേറ്റാണ്. നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ അതിഥി സ്വർഗത്തിലേക്കാണ്. തെളിവെന്താ? സാലിബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂൻ യൗമൽ ഖിയാമ ലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറുഹും യുഖാൽ അയ്ന സ്സായിമൂൻ ഫയദ്ഖുലൂന മിൻഹു ഫഇദാ ദഖല ആഖിറുഹും ഉഗ്ലിക ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ പേരാണ് റയ്യാൻ എന്ന് പറയുന്നത്. നോമ്പനുഷ്ഠിച്ചവർ മാത്രമേ ആ ഗേറ്റിലൂടെ പ്രവേശിക്കുകയുള്ളൂ, മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല. അവിടെ വെച്ച് ആ ഗേറ്റിന്റെ അടുത്ത് വെച്ച് വിളിച്ചു പറയും, എവിടെയാണ് നോമ്പുകാർ എന്ന് വിളിച്ചു പറയും. അപ്പോ നോമ്പുകാരൊക്കെ അതിലൂടെ മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കില്ല. അങ്ങനെ എല്ലാവരും കടന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ് കുട്ടിയടക്കപ്പെടും. ആലോചിച്ച് നോക്കൂ. അപ്പോ നാം നാളെ സ്വീകരിക്കാൻ പോകുന്ന ഈ അതിഥി, അയാളുടെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ അതിഥിയെ സ്വീകരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ് അതിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം അത് നിർവഹിക്കേണ്ടത്.
അങ്ങനെ ആകുമ്പോൾ അതുമൂലം നമുക്കൊരുപാട് ഗുണങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പാളി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ യഖൂലു സിയാം ഐ റബ്ബി മനഅതുക തആമ വശഹവാത് ബിന്നഹാർ ഫശഫ്ഇനി ഫീ വയഖൂലുൽ ഖുർആൻ മനഅതുക നൗമ ബില്ലൈൽ ഫശഫ്ഇനി ഫീ ഫഖാൽ ഫയുശഫഅാൻ എന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നോമ്പും വിശുദ്ധ ഖുർആനും നാളെ പുനരുത്ഥാന നാളിൽ ആ മനുഷ്യന് വേണ്ടി നോമ്പനുഷ്ഠിച്ച ആൾക്ക് വേണ്ടി ശഫാഅത്ത് ശുപാർശ ചെയ്യും. ആ നോമ്പ് പറയും, അല്ലാഹുവേ, ഇന്ന വ്യക്തിയുടെ ഭക്ഷണ പാനീയങ്ങളും അയാളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ തടഞ്ഞു വെച്ചത് ഞാനാണ്, അതുകൊണ്ട് പടച്ചവനെ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം. വിശുദ്ധ ഖുർആൻ പറയും, അല്ലാഹുവേ, രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചുകൊണ്ട് അയാളുടെ ഉറക്കം കെടുത്തിയത് ഞാനാണ്, അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടാളുകളുടെയും ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. മാത്രമല്ല സഹോദരന്മാരെ, സ്വർഗത്തിൽ നാളെ സിദ്ദീഖുമാരുടെ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് നോമ്പുകാരൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ തിരുദൂതരുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ശഹദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വസല്ലൈതു സ്വലവാത്തുൽ ഖംസ് വഅദ്ദൈതു സകാത്ത് വസുംതു റമളാൻ വഖുംതു ഫമിമ്മൻ അന യാ റസൂലല്ലാഹ് ഖാല മിനസ് സിദ്ദീഖീന വശുഹദാ. അള്ളാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യൻ ചോദിക്കുന്നത്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ആ സാക്ഷ്യം വഹിക്കുകയും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ആ സാക്ഷ്യം വഹിക്കുകയും 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് എന്ന നിർബദാനം നിർവഹിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ ആരുടെ കൂട്ടത്തിലാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, മിനസ് സിദ്ദീഖീൻ വശുഹദാ, സിദ്ദീഖുമാരുടെ ആ ശുഹദാക്കളോടൊപ്പമായിരിക്കും ആ സ്വർഗത്തിൽ. അത്ര ഉന്നതമായ സ്ഥാനത്താണ് ഒരു നോമ്പുകാരൻ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ ദറജയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യകർത്താവിനോട് വരും. അതുകൊണ്ട് സഹോദരന്മാർ, ആരാണ് ഈ നോമ്പ്? നോമ്പ് നോറ്റാലുള്ള മഹത്വം എന്താണ്? അത് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ സുന്നത്തിലൂടെയും കടന്നു ചെന്നുകൊണ്ട് അത് മനസ്സിലാക്കി അത് നിർവഹിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാഫാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.